ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ് ബയോളജിയുടെ ഇംഗ്ലീഷ് മീഡിയം ചാപ്റ്റർ 2ൻ്റെ കണ്ടിന്യൂഷനാണ്. നമുക്ക് തുടങ്ങാം. ഹ്യൂമൻ എവല്യൂഷൻ ഈസ് എ പ്രൊലോങ്ഡ് പ്രോസസ് ദാറ്റ് കണ്ടിന്യൂസ് ഫോർ എ വെരി ലോങ് ടൈം. എന്താണ് എവല്യൂഷൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് കൂടുതൽ മാർക്കുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ്. ദ ഹ്യൂമൻ എവല്യൂഷൻ ഈസ് എ പ്രൊലോങ്ഡ് പ്രോസസ് ദാറ്റ് കണ്ടിന്യൂസ് ഫോർ എ വെരി ലോങ് ടൈം. വാട്ട് കുഡ് ഹാവ് ബീൻ ദ ചേഞ്ചസ് ദാറ്റ് ഹാവ് ഹാപ്പൻ ടു ഹ്യൂമൻ ഡ്യൂറിങ് ദിസ് പീരിയഡ്? അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ കോമൺ ആൻസസ്റ്റേഴ്സ് ഓഫ് മാമൽസ് സച്ച് ആസ് മങ്കീസ്, apes ആൻഡ് ഹ്യൂമൻസ് ബിലോങ്ഡ് ടു ദ ഗ്രൂപ്പ് ഓഫ് പ്രൈമേറ്റ്സ്. നമ്മൾ നേരത്തെ ട്രീ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ട്രീയിൽ നമ്മൾ മങ്കീസിനെയും ഏപ്സിനെയും ഹ്യൂമൻസിൻ്റെയും ഒക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ എല്ലാം കോമൺ ആയിട്ടുള്ള ഒരു ആൻസിസ്റ്ററാണ്, അല്ലെങ്കിൽ ഇവരെല്ലാം വരുന്നൊരു കാറ്റഗറിയാണ് പ്രൈമേറ്റ്സ് എന്നുള്ള കാറ്റഗറി. അതിൽ നിന്നാണ് മങ്കീസും ഏപ്സും എല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, പിന്നെ ഹ്യൂമൻസും എന്താവുന്നത്, ഡെവലപ്പ് ചെയ്ത് വരുന്നത്. വാട്ട് ആർ ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൈമേറ്റ്സ്? എന്തൊക്കെയാണ്? എ തമ്പ് ദാറ്റ് ക്യാൻ ബി ഒപ്പോസ്ഡ് ടു അതർ ഫിംഗേഴ്സ്. എ തമ്പ് ദാറ്റ് ക്യാൻ ഒപ്പോസ് ടു അതർ ഫിംഗേഴ്സ്. നിങ്ങളുടെ കൈ തന്നെ ഒന്ന് വെച്ച് നോക്കുക, അപ്പോൾ ഇതിൻ്റെ കാര്യം മനസ്സിലാവും. നമ്മളെ 4 വിരലുകൾക്ക് ഓപ്പോസിറ്റായിട്ട് നമുക്ക് തമ്പിനെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു കോമൺ ക്യാരക്ടറാണ്, എല്ലാ പ്രൈമേറ്റ്സിനും ഉള്ളൊരു കോമൺ ക്യാരക്ടറാണ്. പിന്നെ ബൈനോക്കുലാർ വിഷൻ. ബൈനോക്കുലാർ വിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്താ പറയുക, ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള ഡെപ്ത് ആയിട്ടുള്ള പെർസെപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബൈനോക്കുലർ വിഷൻ, 2 കണ്ണുകളുണ്ടാണ് ബൈനോക്കുലർ. നമുക്ക് 2 കണ്ണുകളിലെയും കൂടെ ഇമേജുകൾ ഫോക്കസ് ചെയ്തിട്ട് അതിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ണിൽ നിന്ന് ഒരു ലെഫ്റ്റ് ഐയിൽ നിന്ന് ഒരു ഇമേജും റൈറ്റ് ഐയിൽ നിന്ന് ഒരു ഇമേജും ആയിട്ട് തോന്നാറുണ്ടോ? ഇല്ല. രണ്ടും കൂടെ മെർജ് ചെയ്തിട്ടുള്ള ഒരു പ്രിസിഷനുള്ള ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വിഷനാണ് നമുക്കുള്ളത്. പിന്നെന്താണ് നമ്മൾക്ക് കോമൺ ആയിട്ടുള്ളത്? നമുക്ക് ലാർജ് ബ്രെയിൻ ഉണ്ട്. ചെറിയ ബ്രെയിൻ കപ്പാസിറ്റി ഒന്നുമല്ല നമുക്കൊന്നും വരുന്നത് അല്ലേ? നമ്മുടെ ബോഡീനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്, ബോഡി സൈസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ എന്താണ്? ലാർജാണ്. പിന്നെ നമ്മുടെ നെയിൽസ് എന്താണ്? ഫ്ലാറ്റാണ്. നഖങ്ങൾ എന്താണ്? ഫ്ലാറ്റാണ്. അതുപോലെ തന്നെ നമുക്കൊരു പ്രൊലോങ്ഡ് ഡെവലപ്മെൻറ്റ് കാണാൻ പറ്റാറുണ്ട്. പ്രൊലോങ്ഡ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ്. അതായത് ഒരു ദിവസം ജനിച്ചപ്പോൾ ഒരു കിളിക്കുഞ്ഞിൻ്റെയോ അല്ലെങ്കിൽ ഒരു ചെറിയ മീനിൻ്റെയോ പോലത്തെ ആയുസ്സൊന്നുമല്ല നമുക്കുള്ളത്. നമുക്ക് ശരാശരി ഒരു 60-70 വയസ്സ് വരെ, ഇപ്പോൾ നമ്മുടെ ഏജൊക്കെ കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എന്തുണ്ട്, അത്രയും ആയുസ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കോമൺ ആയിട്ട് വരുന്ന പ്രൈമേറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. വിച്ച് ആർ ദ ഓർഗാനിസം ഇൻക്ലൂഡഡ് ഇൻ ദ ഹ്യൂമൻ എവല്യൂഷണറി ട്രീ? ഹ്യൂമൻ എവല്യൂഷണറി ട്രീയിൽ എന്തൊക്കെയാണ് വരുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മങ്കി വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് പ്രൈമേറ്റ്സ് എന്നുള്ളൊരു കാറ്റഗറി, അതിൽ ആന്ത്രപ്പോയിഡിയെ എന്ന് പറഞ്ഞൊരു കാറ്റഗറി വരുന്നുണ്ട്. അവർ 2ആയി വേർതിരിയാണ്, ഹോമിനോയിഡിയെ ആൻഡ് സെർക്കോപിത്തിക്കോയിഡെ. അങ്ങനെ 2 കാറ്റഗറി ആവുന്നുണ്ട്. ഈ ഹോമിനോയിഡെ പറഞ്ഞാൽ എന്താണ്? ബിഗ് സൈസ്ഡ് ബ്രെയിനും ടെയിലും ഇല്ലാത്ത, വാലില്ലാത്ത, വലിയ തലച്ചോറുള്ള കാറ്റഗറിയാണ് ഹോമിനോയിഡെ എന്ന് വരുന്നത്. രണ്ടാമത്തെ കാര്യം, സ്മോൾ സൈസ്ഡ് ബ്രെയിനും ഒരു ടെയിലും വരുന്നവരാണ് സെർക്കോപിത്തിക്കോയിഡിയയിൽ വരുന്നത്. അവരിൽ വരുന്ന ആരാണ്? മങ്കി മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഹ്യൂമൻ ട്രീ. ഇതാണ് നമ്മുടെ ഹ്യൂമൻ എവല്യൂഷണറി ട്രീ എന്ന് പറയുന്നത്. ഹ്യൂമൻ എവല്യൂഷണറി ട്രീ എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് ആര്? ഹ്യൂമിനോയിഡെ, സെർക്കോപിത്തിക്കോയിഡെ. ഈ സെർക്കോപിത്തിക്കോയിഡിൽ നമുക്ക് നിലവിൽ മങ്കി മാത്രമേ വരുന്നത്. അവർക്ക് സ്മോൾ സൈസ്ഡ് ബ്രെയിനും ഒരു ടെയിലും ഉണ്ടായിരിക്കും. എന്നാൽ വലിയ സൈസുള്ള ബ്രെയിനും ടെയിലില്ലാകുകയും ചെയ്യുന്നത് ആർക്കൊക്കെയാണ്? ഗിബൺ, ഒറോങ്ങുട്ടാൻ, ഗൊറില്ല, ചിമ്പാൻസി ആൻഡ് ഹ്യൂമൻ ബീയിങ്. അപ്പോൾ ഇത് നമ്മൾ കാണാതെ പഠിക്കേണ്ട ഒരു ഇതാണ്. നമ്മൾ ഈ പിക്ചറൊന്നും പഠിച്ചില്ലെങ്കിലും ഈ ഒരു ഫ്ലോ ചാർട്ട് പോലെ ഈ ഹ്യൂമൻ എവല്യൂഷണറി ട്രീ പഠിക്കണം. പ്രൈമേറ്റ്സ് വരുന്നുണ്ട്, ആന്ത്രപ്പോയിഡിയെ വരുന്നുണ്ട്, ഹോമിനോയിഡിയെ, സെർക്കോപിത്തിക്കോയിഡിയെ. ഹോമിനോയിഡിയെ മീൻസ് ബിഗ് സൈസ്ഡ് ബ്രെയിൻ വിതൗട്ട് എ ടെയിൽ and it includes gibbon, orangutan, gorilla, chimpanzee and human being, whereas in Cercopithecidae there have a small sized brain with a tail which includes monkey.
അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്, ആന്ത്രപ്പോയിഡിയൻ്റെ 2 കാറ്റഗറീസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. കോമൺ കാറ്റഗറി ഇൻക്ലൂഡിങ് എയ്പ്സ് ആൻഡ് ഹ്യൂമൻസ് എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്താനാണ് പറയുന്നത്. മേക്ക് എ സെൽഫ് ഇവാലുവേഷൻ ഓഫ് ദ വാലിഡിറ്റി ഓഫ് യുവർ ഫൈൻഡിങ്സ് ബേസ്ഡ് ഓൺ ദ എവിഡൻസസ് പ്രൊവൈഡ് ബൈ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ബയോമോളിക്യൂൾസ് ഓഫ് ദ ഓർഗാനിസം given in table 2.1. You have understood that fossils play a vital role in disclosing the history of evolution. നമുക്ക് ഫോസിൽസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ എവല്യൂഷണറി ഹിസ്റ്ററീൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ അത് കാണാത്തവർ മുന്നത്തെ ക്ലാസ്സുകൾ പോയിട്ട് നിർബന്ധമായിട്ടും കാണുക. The scientific world has succeeded in explaining the history of a human evolution based on available fossils. There may be other organisms also in the human evolutionary path from the MRCA most recent common ancestor നിന്ന് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അതർ ഓർഗാനിസവും ഇതേപോലെ ഹ്യൂമൻ പോലെ ഉണ്ടായി വന്നിട്ടുണ്ട്. വിച്ച് കണക്ട്സ് ചിമ്പാൻസീസ് ആൻഡ് ഹ്യൂമൻ ബീയിങ്. ദർ മേ ബി എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. MRCA എന്ന് പറഞ്ഞ കോമൺ ആയിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് ഹ്യൂമൻ എവല്യൂഷണറി പാത്സിൽ ചിമ്പാൻസിനെയും ഹ്യൂമൻ ബീയിങ്ങിനെയും കണക്ട് ചെയ്യുന്ന അതിനിടയിൽ വേറെയും ഓർഗാനിസംസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെയാണെന്നാണ് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കിവിടെ കുറച്ചധികം വരുന്നുണ്ട്. 1, 2, 3, 4, 5, 6 കാറ്റഗറിയാണ്. ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ഞാൻ പറയും, അത് മാത്രം പഠിച്ചാൽ മതി. നമുക്ക് ക്രേനിയൽ കപ്പാസിറ്റി പഠിക്കാനുണ്ട്. അതൊരു എന്താ പറയുക, ഒരു നമ്പേഴ്സ് അല്ലേ. അപ്പോൾ നമ്പേഴ്സ് എന്തെങ്കിലും പാറ്റേൺ വെച്ചിട്ട് പഠിക്കാം. അപ്പോൾ 350 cm³ ക്രാനിയൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ബ്രെയിനിൻ്റെ കപ്പാസിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ആ കപ്പാസിറ്റി വരുന്ന സെഹലാന്ത്രോപ്പസ് ചാൻഡൻസിസ് എന്നുള്ള സെഹലാന്ത്രോപ്പസ് ചാൻഡൻസിസ് എന്ന് പറയുന്ന ആദ്യത്തെ കാറ്റഗറിയാണ്. ഫസ്റ്റ് ലിങ്ക് ഇൻ ദ ഹ്യൂമൻ എവല്യൂഷണറി സീരീസ്, അത് ഫസ്റ്റ് ലിങ്കാണ്, അത് പഠിക്കുക. ഫോസിൽസ് ഹാവ് ബീൻ എക്സ്കവേറ്റഡ് ഫ്രം ചാഡ് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലുള്ള ചാഡ് എന്നുള്ള സ്ഥലത്തു നിന്നാണ് ഇവരെ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ അത്ര കോമൺ ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമല്ല, പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള സ്ഥിതിക്ക് നിങ്ങളത് അതുപോലെ തന്നെ എന്ത് ചെയ്യണം, പഠിക്കണം. കോമൺ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ആസ്ട്രലോപിത്തിക്കസ് മുതലാണ് നമ്മൾ കോമൺ ആയിട്ട് പഠിക്കാറുള്ളത്. പക്ഷേ ഈ കേസിൽ നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇതും എന്ത് ചെയ്യണം, ഫസ്റ്റ് ലിങ്കിനെയും കൂടെ പഠിക്കണം. ഫസ്റ്റ് ലിങ്കാണെന്ന് പഠിക്കുക, പേര് പഠിക്കുക. ചാഡ് ഇൻ ആഫ്രിക്കയിലാണ് ഇത് ആദ്യമായിട്ട് ഇതിൻ്റെ ഫോസിൽസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി 450 cm³ 450 cm³ വരുന്ന ആസ്ട്രലോപിത്തക്കസിനെ കുറിച്ചാണ്. ഇനി അങ്ങോട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഫോസിൽസ് ഓഫ് ഓർഗാനിസംസ് ബിലോങ് ടു ദിസ് ഗ്രൂപ്പ് ഹാവ് ബീൻ ഒബ്റ്റെയിൻഡ് ഫ്രം ആഫ്രിക്ക. ഒന്നുമില്ല, ഫോസിൽസ് ആഫ്രിക്കയിൽ നിന്ന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ബൈപാഡലിസം എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഇവരിൽ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. ദ സ്കെലിറ്റൽ സ്ട്രക്ചർ കൺഫേംസ് ബൈപാഡലിസം. എന്താണ് ബൈപാഡലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്ക് 2 ലെഗ് ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ നടക്കുന്നത്. കോമൺ ആയിട്ട് പറയാം 2 ലെഗ്സ് ഉണ്ട് എന്ന്, ലിംസ് എന്ന് പറയും, അല്ലെങ്കിൽ ലെഗ് എന്ന് പറയും. ഇവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 2 കാലിൽ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ടെറസ്ട്രിയൽ ലൊക്കോമോഷൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. 2 ലെഗ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആസ്ട്രോലോപിത്തിക്കസിൻ്റെ 2 പോയിൻറ്റ്സ് എന്താണ്, ആഫ്രിക്കയിൽ നിന്നാണ് കണ്ടെത്തിയത്. ബൈപാഡലിസം ഉണ്ട്. 450 cm³ ആണ് എന്ത്, ക്രാനിയൽ കപ്പാസിറ്റി. നെക്സ്റ്റ് വൺ ഹോമോ ഹബിലിസ്. ആസ്ട്രോലോപിത്തിക്കസ് കഴിഞ്ഞാൽ ഹോമോ ഹബിലിസ്. അപ്പം എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ അല്ലേ. ആദിമ മനുഷ്യൻ്റെ പേരാണ് ഈ സെഹലാൻഡ്രോപ്പസ്. പിന്നെ വരുന്ന അവർക്ക് എവല്യൂഷൻ സംഭവിച്ചിട്ട് വരുന്നതാണ് ആസ്ട്രലോപിത്തക്കസിന് എവല്യൂഷൻ സംഭവിച്ച് വരുന്ന കുറച്ചും കൂടി, അതായത് ഇത് കടന്നു പോകും തോറും നമ്മളിപ്പോൾ കാണുന്ന നമ്മുടെ ഹ്യൂമൻ ഫോം ഉണ്ടല്ലോ, ആ ഹ്യൂമൻ ഫോമിലേക്ക് അടുത്തടുത്ത് വരുന്ന ഒരു രീതിയാണ് നമ്മളിതിൽ കാണുന്നത്. ഹോമോ ഹബിലിസിൻ്റെ പ്രത്യേകത എന്താണ്, 600 cm³ ആണ് ക്രേനിയൽ കപ്പാസിറ്റി. ആഫ്രിക്കയിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഹോമോ ഹബിലിസിൻ്റെയും ഫോസിൽസ് കണ്ടെത്തിയിട്ടുള്ളത്. സ്കൾ ഭയങ്കര ലാർജായിരുന്നു. സ്റ്റോൺസ് യൂസ് ചെയ്തിട്ട് ഹാൻഡ്സ് കൊണ്ട് സ്റ്റോൺസ് യൂസ് ചെയ്ത് ടൂൾസ് ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം അവർ കാണിച്ചിട്ടുണ്ട്. സ്മോൾ ഗ്രൂപ്പ്സ് ആയിട്ട്, അതായത് ഫാമിലി എന്നുള്ള സെറ്റപ്പിൻ്റെ ഒരു തുടക്കം, അവർ ഗ്രൂപ്പായിട്ട് ജീവിക്കാൻ തുടങ്ങി.
വിശപ്പടക്കാൻ വേണ്ടി ഹണ്ടിങ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹോമോ ഹബിലിസിന് കുറച്ചധികം പോയിൻറ്റ്സ് ഉണ്ട്. 600 സെൻറ്റിമീറ്റർ ക്യൂബാണ് അവരുടെ ക്രേനിയൽ കപ്പാസിറ്റി. ഫോസിൽസ് ആഫ്രിക്കയിൽ നിന്നാണ് കണ്ടെത്തിയത്. ലാർജ് സ്കൾ ഉണ്ട്. സ്റ്റൂൾസൊക്കെ സ്റ്റോൺസും യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ള. സ്മോൾ ഗ്രൂപ്പ്സിൽ ജീവിച്ചു. ഹണ്ടിങ് സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് വൺ ഹോമോ ഇറക്റ്റസ്. ഇറക്റ്റസ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, നേരെ നിന്ന് ജീവിക്കുന്ന ആളുകളായിട്ട് തുടങ്ങാൻ പോവാണ്. ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഇവരുടെ ഫോസിൽസ് കണ്ടെത്തിയിട്ടുണ്ട്. 900 സെൻറ്റിമീറ്റർ ക്യൂബാണ് ക്രേനിയൽ കപ്പാസിറ്റി. ദേ were able to walk upright. അതുകൊണ്ടാണ് ഇറക്റ്റസ് എന്നുള്ള പേര് വന്നത്. walk upright on 2 legs. അതായത് ബൈപാഡലിസം ആദ്യം കാണിക്കുന്നത് ആസ്ട്രലോപിത്തക്കസ് ആണെങ്കിലും 2 കാലിൽ നിവർന്ന് നിന്ന് നടക്കാൻ തുടങ്ങുന്നത് ആരാണ്? ഹോമോ ഇറക്റ്റസ് ആണ്. ആ പേര് തന്നെ പഠിച്ചാൽ മതി, ഹോമോ ഇറക്റ്റസ്. ലാർജ് ഫോർഹെഡ്, ഒംനിവോറസ് ആണ്. യൂസ്ഡ് എക്സലൻറ്റ് സ്റ്റോൺ വെപ്പൺസ് ഫോർ ഹണ്ടിങ്. നേരത്തെ ആദ്യമായിട്ട് എന്ത് ചെയ്തു? സ്റ്റോൺസ് യൂസ് ചെയ്തിട്ട് ആരാണ് ടൂൾസൊക്കെ ഉണ്ടാക്കിയ? ഹോമോ ഹബിലിസ് ആണെങ്കിൽ എക്സലൻറ്റ് സ്റ്റോൺ വെപ്പൺസ് യൂസ് ചെയ്ത് ഹണ്ടിങ് നടത്തിയത് ആരാണ്? ഹോമോ ഇറക്റ്റസ് ആണ്. അവരെന്തായിരുന്നു? ഒംനിവോറസ് ആയിരുന്നു. അവർ പ്ലാന്റിനെയും അനിമലിനെയും എന്തായിട്ടുണ്ട്? കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പ്ലാന്റും അനിമലും അവരുടെ ഫുഡായിരുന്നു. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിനെയും ഇവരെന്തായിട്ടുണ്ട്? കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ ഒംനിവോറസ് ആയിരുന്നു. ഹോമോ ഇറക്റ്റസ്. ഹോമോ നിയാൻഡർതാലൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. 1450 1450 സെൻറ്റിമീറ്റർ ക്യൂബ് ക്രേനിയൽ കപ്പാസിറ്റി ഉണ്ട്. കണ്ടംപററീസ് ഓഫ് മോഡേൺ മാൻ, അതായത് നമ്മളിപ്പോൾ ഉള്ള മോഡേൺ മാൻ ഉണ്ടായ സമയത്ത് തന്നെ ഒരു സമയത്ത് നിയാൻഡർതാലൻസിസും ജീവിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഫോസിൽസ് എവിടെ നിന്നാണ്? ജർമ്മനിയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അവർക്ക് സ്മോൾ ആൻഡ് സ്ലോപ്പിംഗ് ഫോർഹെഡാണ് ഉണ്ടായിട്ടുള്ളത്. തിക്ക് ഐബ്രോസ് ഉണ്ടായിട്ടുണ്ട്. ഡെഡ് ബോഡീസിനെ ബറി ചെയ്യുന്ന ഒരു സ്വഭാവം അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഹോമോ ഇറക്റ്റസും ഹോമോ നിയാൻഡർതാലൻസിൻ്റെയും കാര്യം നമ്മൾ പഠിച്ചു. ഇനി ഹോമോ സാപ്പിയൻസ്, അതാണ് കോമൺ ആയിട്ടുള്ള ഇന്ന് കാണുന്ന നമ്മുടെ മനുഷ്യരൂപം, മോഡേൺ മാൻ. ദേ അക്വയർഡ് ടെക്നോളജി ആൻഡ് അഗ്രികൾച്ചറൽ മെത്തേഡ്സ്. ദേ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ് ആൻഡ് ബിൽഡ് സിറ്റീസ്. ദേ ആർ കൾച്ചറലി മോസ്റ്റ് ഇവോൾവ്ഡ്. 1350 1350 സെൻറ്റിമീറ്റർ ക്യൂബാണ് എന്തുള്ളത്? ക്രേനിയൽ കപ്പാസിറ്റി. അപ്പോൾ ക്രേനിയൽ കപ്പാസിറ്റി ഹോമോ നിയാൻഡർതാലൻസിസിനേക്കാൾ കുറവാണ് നിലവിലുള്ള മോഡേൺ മാനിന് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഓരോന്ന് എഴുതി നോക്കാം. 350 ആണ് ക്രേനിയൽ കപ്പാസിറ്റി സെഹലാൻത്രോപ്പസിന് വരുന്നത്. 350 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഇനി ആസ്ട്രലോപിത്തക്കസിന് വരുന്നത് എത്രയാണ്? 450 ആണ്. 450 വരുന്നുണ്ട് ആസ്ട്രലോപിത്തിക്കസിന്. ഹോമോ ഹബിലിസിന് നമുക്ക് എത്രയാണ് വരുന്നത്? 600 ആണ്. 600 സെൻറ്റിമീറ്റർ ക്യൂബാണ്. പിന്നെ ഹോമോ ഇറക്റ്റസിന് എത്രയാണ് വരുന്നത്? പിന്നെ 1350 സെൻറ്റിമീറ്റർ ക്യൂബ്, അല്ല 1450. ഇവിടെ ഹോമോ സാപ്പിയൻസിന് 1350 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഇവരുടെ കോമൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നിങ്ങൾ ഫില്ല് ചെയ്യണം. ഈ ബോക്സ് നോക്കി ഫില്ല് ചെയ്താൽ മതി. ബേസിക്കായിട്ട് നമ്മൾ എന്തൊക്കെയാണ്? സെഹലാൻത്രോപ്പസ് എന്തായിരുന്നു? ആഫ്രിക്കയിൽ നിന്നാണ് ഇത് കിട്ടിയിട്ടുള്ളത്, ഫോസിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എന്തായിരുന്നു? ഫസ്റ്റ് ലിങ്കാണ്. ആസ്ട്രലോപിത്തിക്കസ് ആവുമ്പോൾ എന്താണ്? ബൈപാഡലിസം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബൈപാഡലിസം. ഹോമോ ഹബിലിസിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഹാൻഡ്സ് യൂസ് ചെയ്തിട്ട് സ്മോൾ സ്റ്റോൺസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അവർ ടൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹണ്ടിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്മോൾ ഗ്രൂപ്പായി ജീവിച്ചിട്ടുണ്ട്. പിന്നെ ഹോമോ ഇറക്റ്റസ് ആണെങ്കിൽ അപ്രൈറ്റ് വാക്കിംഗ് എബിലിറ്റി ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഹോമോ ഇറക്റ്റസിൻ്റെ കുറച്ചുകൂടി പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒംനിവോഴ്സ് ആണ്. പിന്നെ എക്സലൻറ്റ് സ്റ്റോൺ വെപ്പൺസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഒംനിവോഴ്സ് ആണ്. സ്റ്റോൺ വെപ്പൺസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഹോമോ നിയാൻഡർതാലൻസിൻ്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? അവർ കണ്ടംപററീസ് ഓഫ് മോഡേൺ മാൻ ആണ്. പിന്നെ ഡെഡ് ബോഡീൻ്റെ ബറിയൽ നടത്തിയിട്ടുണ്ട്. ഡെഡ് ബോഡി ബറിയൽ നടത്തിയിട്ടുണ്ട്. പിന്നെ മോഡേൺ മാൻ എന്താ? മോസ്റ്റ് ഇവോൾവ്ഡ് ആണ്, എക്സെട്ര. നമുക്ക് അത് നോക്കി എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. അത് നോക്കി എഴുതിക്കോളുക. ഇനി നിയാൻഡർതാൽസിനെയും മോഡേൺ മാനിനെയും കുറിച്ചുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി, അല്ലെങ്കിൽ നമുക്കതിനെ പറ്റിയുള്ള ഒരു കമ്പാരിസനാണ് നോക്കുന്നത്. ബോത്ത് നിയാൻഡർതാൽസ് ആൻഡ് മോഡേൺ മാൻ
പോസസ് എ കോമൺ ആൻസസ്റ്റർ. അവർക്കൊരു കോമൺ ആൻസസ്റ്റർ ഉണ്ട്. കാരണം അതുകൊണ്ടാണ് അവർ കണ്ടംപററീസ് ആണെന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് കാണപ്പെട്ടിട്ട് കണ്ടംപററീസ് ഉണ്ട് എന്ന് പറയുന്നത്. ദേ ഹാഡ് ബീൻ ഇൻഹാബിറ്റിംഗ് ടുഗദർ ഫോർ 1000 ഓഫ് ഇയേഴ്സ് ആൻഡ് ഹാവ് എക്സ്ചേഞ്ച്ഡ് ജീൻസ് വിത്ത് ഈച്ച് അതർ. ജീൻസ് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ജനറ്റിക് എവിഡൻസ് സജസ്റ്റ് ദാറ്റ് നോൺ ആഫ്രിക്കൻ മോഡേൺ മാൻ കണ്ടെയ്ൻസ് നിയർലി 1 to 2% ഓഫ് നിയാണ്ടർത്തൽ DNA. അതായത് ആഫ്രിക്കയിൽ നിന്നല്ലാത്ത നിയാണ്ടർത്താൽ മനുഷ്യന് ഏകദേശം ആഫ്രിക്കയിലുള്ളവർക്കില്ല 1 to 2% ഓഫ് നിയാണ്ടർത്താൽ DNA ഉണ്ടായിട്ടുണ്ട്. ക്രേനിയൽ കപ്പാസിറ്റി ഓഫ് നിയാണ്ടർത്താൽ മാൻ വാസ് സ്ലൈറ്റ്ലി ലാർജർ ദാൻ ദാറ്റ് ഓഫ് മോഡേൺ മാൻ. ഞാൻ ഓൾറെഡി അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെയർ ബ്രെയിൻ സ്ട്രക്ചർ വാസ് മോർ സ്യൂട്ടബിൾ ഫോർ വിഷൻ ആൻഡ് ബോഡി കൺട്രോൾ. But the brain of modern man is helpful for social interaction and complex thinking. 1350 cm³ എന്ന് പറയുന്നത് സോഷ്യൽ ഇൻട്രാക്ഷനും കോംപ്ലക്സ് തിങ്കിങ്ങിനും എന്താണ് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. നിയാണ്ടർത്താൽസ് ഗോട്ട് എക്സ്റ്റിങ്ക്റ്റ് ഇൻ 40,000 years ago. അപ്പോൾ അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി അണ്ടർസ്റ്റാൻഡിങ് ദ നെർവസ് സിസ്റ്റം വിച്ച് ഇൻക്ലൂഡ് ദ ബ്രെയിൻ റിലേറ്റഡ് പാർട്സ് ക്യാൻ ഹെൽപ്പ് അസ് ഗെയിൻ മോർ എവല്യൂഷണറി ഇൻസൈറ്റ്സ് എന്നുള്ള കാര്യമാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതുവരെ എടുത്തത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. തീർച്ചയായിട്ടും ആൻസർ തരുന്നതാണ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക്